പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ ഉള്ളത് നിങ്ങൾ കാണുന്ന പോലെ വളരെ ചരിത്ര പ്രസിദ്ധമായ പുരാതനമായൊരു കോട്ടയ്ക്ക് മുമ്പിലാണ്. അതെ, ഈ കോട്ട പണി കഴിപ്പിച്ചത് AD 3-ാം നൂറ്റാണ്ടിൽ കരിങ്കല്ല് കൊണ്ട് വളരെ ശാസ്ത്രീയപരമായ രീതിയിലാണ് ഈ കോട്ടയുടെ പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഇത് സ്ഥിതി ചെയ്യുന്നത് ദോമത്തുൽ ജന്തൽ എന്ന് പറഞ്ഞൊരു സിറ്റിയിലാണ്. അതെ അതെ ഈ കോട്ടയോടനുബന്ധിച്ച് തന്നെ ഇസ്ലാമിക് ഹിസ്റ്ററിയിൽ വളരെ പ്രധാനപ്പെട്ട പക്ഷെ അധികം ആളുകൾ അറിയേണ്ട കാര്യം ഉള്ള ഒരു പള്ളി കൂടിയുണ്ട് ഇവിടെ. അതെ, തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം. സൗദി അറേബ്യയിലെ അൽജൂഫ് പ്രവിശ്യയുടെ ചരിത്ര തലസ്ഥാനമാണ് ദോമത്ത് അൽ ജന്തൽ. ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്മായിൽ നബിയുടെ 12 മക്കളിൽ ഒരാളായിരുന്നു ദുമ. അദ്ദേഹത്തിൻ്റെ സമുദായം ജീവിച്ച ഇടമെന്ന നിലക്കാണ് ഈ പ്രദേശത്തിന് ദുമത്തുൽ ജന്തൽ അഥവാ ദുമയുടെ കല്ലുകൾ എന്ന പേര് വീണത്. അറേബ്യയുടെ പുരാതന ഭരണകാലത്ത് എല്ലാവരും നോട്ടമിട്ടിരുന്ന കേന്ദ്രമായിരുന്നു ദോമത്തുൽ ജന്തൽ. നിറയെ ജലസാന്നിധ്യമുള്ള ദോമ കീഴടക്കാനായി അക്കാലത്ത് രാജാക്കന്മാരും രാജ്ഞിമാരും മത്സരിച്ചിരുന്നു. പക്ഷേ ഒരാൾക്കും കീഴടക്കാനാകാതെ ദോമയെ സംരക്ഷിച്ചത് ഒരു കോട്ടയും കൊട്ടാരവുമാണ്. 3-ാം നൂറ്റാണ്ടിൽ കരിങ്കല്ലുകളാൽ ശാസ്ത്രീയമായി നിർമ്മിച്ച ഈ കോട്ടയും കൊട്ടാരവും ഇന്നും സഞ്ചാരികൾക്ക് വിസ്മയമായി സൗദിയിലുണ്ട്. ദുമയിൽ പുരാവസ്തു ശാസ്ത്രജ്ഞരെ വിസ്മയിപ്പിച്ച നിർമ്മിതിയാണ് മാരിദ് എന്ന കൊട്ടാരമടങ്ങുന്ന കോട്ട. മെസപ്പൊട്ടോമിയൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന അസീറിയൻ ഭരണകാലത്തെ പല രേഖകളും ഇവിടെ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. നിറയെ ജലസാന്നിധ്യമുള്ള മരുപ്പച്ചയായിരുന്നു ദോമ, റാണിമാരുടെ ഇഷ്ടകേന്ദ്രം. ഈ കോട്ട ഉൾപ്പെടുന്ന ഭരണപ്രദേശം ഭരിച്ചതും രാജ്ഞിമാർ തന്നെ. നിരവധി മുറികളും മൈതാനവും വാച്ച് ടവറും ജലസാന്നിധ്യവുമുള്ളതാണ് മാരിദ് കോട്ട. അക്കാലത്തെ പ്രധാന സഞ്ചാര കേന്ദ്രങ്ങളിലെ ആകർഷണങ്ങളിൽ ഒന്നായിരുന്നു ദോമത്തുൽ ജന്തലിലെ ഈ കോട്ട. ദോമയുടെ ഭരണം ലഭിക്കാൻ 1000-ലേറെ പേർക്ക് അനായാസം താങ്ങാവുന്ന ഈ കോട്ട കീഴടക്കണമായിരുന്നു. അത്ര എളുപ്പമല്ലായിരുന്നു അത്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 620 മീറ്റർ ഉയരത്തിലാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. പ്രധാനമായും 2 പ്രവേശന കവാടങ്ങളാണ് കോട്ടയ്ക്കുള്ളത്. ഒന്ന് കോട്ടയുടെ തെക്കുഭാഗത്തും മറ്റൊന്ന് ഗോപുരത്തിൻ്റെ അടുത്തും. 2 നിലകളാണ് കോട്ടയ്ക്കുള്ളത്. 12 മീറ്റർ ഉയരമുള്ള കോണാകൃതിയിലുള്ള 4 ഗോപുരങ്ങളും കോട്ടയ്ക്കുണ്ട്. നഗരങ്ങളുടെ എല്ലാ ഭാഗങ്ങളും അതുപോലെ ദൂരെ നിന്നും വരുന്ന ആളുകളെയും കോട്ടയിൽ നിന്നും കാണാൻ കഴിയുമായിരുന്നു. അപ്പോൾ താഴെ നിന്ന് ഇങ്ങനെ സ്റ്റെപ്പ് കയറി ഇങ്ങനെ മുകളിലെത്തുമ്പോൾ ഇവിടെ ഒരു നടുമുറ്റം പോലെയുള്ളൊരു സ്ഥലമുണ്ട്. അതെ, ഒരുപാട് അറകളൊക്കെ ഉണ്ട് ഇവിടെ. അതെ അതെ നമ്മൾ കോട്ടൻ്റെ താഴെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല, അല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അത്രയും ഏരിയ ഉള്ള ഒരു നടുമുറ്റം തന്നെയാണ് ഈ കോട്ടൻ്റെ മുകളിലായിട്ടുള്ളത്. നടുമുറ്റം മാത്രമല്ല, നടുമുറ്റവുമായി ബന്ധപ്പെട്ട് ഒരുപാട് അറകൾ അല്ലെങ്കിൽ റൂമുകൾ എന്നൊക്കെ പറയാൻ പറ്റാവുന്ന ചില സംഗതികൾ കൂടി കാണാൻ പറ്റുന്നുണ്ട്. അതും നോക്കിയാൽ തന്നെ കാണാൻ കഴിയും. അതെ അതെ ചെറിയ റൂമുകളല്ല, അത്യാവശ്യം നല്ല വലിയ റൂമുകൾ ഒക്കെ കാണാം. അതുപോലെ കോട്ടയുടെ മിനാരം പോലുള്ള സംഗതികൾ. ഈ കോട്ടയ്ക്ക് 4 മിനാരങ്ങൾ തന്നെ ഉണ്ട്. ഇതിൻ്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റുന്നുണ്ട് നമുക്ക്.
Greece, Greece. No, we came here for work. കോട്ട ചുറ്റിക്കാണുന്നതിനിടയ്ക്ക് ഗ്രീക്കുകാരനായ യാനിഷിനെയും സുഹൃത്തിനെയും പരിചയപ്പെട്ടു. ഇന്ത്യൻ സിനിമകളെയും സീരീസുകളെയും കുറിച്ച് വാചാലനായ യാനിഷ് കേരളത്തെക്കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞത് ഞങ്ങളിൽ നിരാശയുളവാക്കി. പ്രാചീന സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച കോട്ടയ്ക്കകത്ത് 2 കിണറുകളുണ്ട്. കോട്ടയുടെ മുകളിൽ വടക്കുഭാഗത്ത് ഒരു മനുഷ്യന് ഊർന്നിറങ്ങാൻ മാത്രം വീതിയിലാണ് ഒരു കിണർ നിർമ്മിച്ചിരിക്കുന്നത്. ഇവക്കു താഴെ നിന്നും തുരങ്കമുണ്ടാക്കി വെള്ളം കൃഷിഭൂമിയിലേക്കു എത്തിച്ചു എന്ന ചരിത്രം കാഴ്ചക്കാരെ അത്ഭുതപ്പെടുത്തും. രണ്ടിലും ഇന്നും ജലസാന്നിധ്യവുമുണ്ട്. കോട്ടയുടെ നിലകളിൽ കാവൽ, ഷൂട്ടിംഗ്, നിരീക്ഷണം എന്നിവയ്ക്കുള്ള മുറികളുണ്ട്. വലിയ കൽമതിൽ കൊണ്ട് ചുറ്റപ്പെട്ട കോട്ടയ്ക്ക് നിരീക്ഷണത്തിനായി ഉള്ള പ്രത്യേക സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. താറാബോ, താബ, സാംബിബ, സിംസി തുടങ്ങിയ റാണിമാരാണ് ദോമ ഭരിച്ചിരുന്നത്. ഇക്കൂട്ടത്തിൽ ഏറ്റവും അറിയപ്പെട്ടത് സിംസി രാജ്ഞിയായിരുന്നു. ഈജിപ്തിലെ ഫറോവയ്ക്ക് തുല്യമായാണ് അവരുടെ ഭരണത്തെ വിലയിരുത്തിയിരുന്നത്. ആദ്യം നെപ്തയിൻ വിഭാഗവും പിന്നീട് ജൂതന്മാരും ശേഷം ക്രൈസ്തവ ഭരണാധികാരികളും ദോമ അടക്കി വാണു. പാൽമേറയുടെ രാജ്ഞിയായിരുന്ന സയനോബിയ ദോമയെ കീഴടക്കാനെത്തിയ ചരിത്രം പ്രസിദ്ധമാണ്. ദോമയുടെ പ്രധാന ഭാഗങ്ങൾ കീഴടക്കിയ രാജ്ഞിക്കു പക്ഷേ മാരിഡ് കോട്ട കീഴടക്കാനായില്ല. നാശം പിടിച്ച കോട്ട എന്നാണ് അവർ ഈ കോട്ടയെ വിശേഷിപ്പിച്ചത്. കീഴടക്കാൻ കഴിയാത്തവയുടെ അടയാളമായും പര്യായമായും മാരിഡ് കോട്ട നിലകൊണ്ടു. മദീനയിലേക്ക് ദോമയിൽ നിന്നും 15 ദിവസമാണ് സഞ്ചാര ദൂരം. ഇസ്ലാമിൻ്റെ വരവോടെ മദീനയിലേക്ക് സിറിയയിൽ നിന്നടക്കം കച്ചവടക്കാരും തീർത്ഥാടകരും എത്തി. പലരും ദോമക്കരികിൽ വെച്ച് കൊള്ളയടിക്കപ്പെട്ടു. പരാതി മദീനയിൽ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ അടുക്കലുമെത്തി. പിന്തിരിപ്പിക്കാൻ സന്ദേശവാഹകരെ പ്രവാചകൻ ദോമയിലേക്ക് അയച്ചു. പക്ഷേ സ്ഥിതി തുടർന്നുകൊണ്ടേയിരുന്നു. AD 627 മദീനയ്ക്കെതിരെ ആക്രമണത്തിന് ദോമയിലെ ഭരണാധികാരി ശ്രമിച്ചു. ഇതോടെ മദീനയിൽ നിന്നും സൈനിക നീക്കം ദോമയിലേക്കുണ്ടായി. സൈനിക നീക്കം കണ്ടു ഭയന്ന ദോമയിലെ ഭരണാധികാരികൾ മേഖലയിൽ നിന്നും രക്ഷപ്പെട്ടു. AD 630-631 വർഷങ്ങളിൽ പ്രവാചകന്റെ സൈന്യാധിപനായിരുന്ന ഖാലിദ് ബിൻ വലീദ് മാരിഡ് കോട്ടയും ദോമയും പൂർണ്ണമായും കീഴടക്കി. മാരിദ് കോട്ടയ്ക്ക് താഴെയാണ് 1000-ലേറെ വർഷം പഴക്കമുള്ള മസ്ജിദ് ഉമർ ബിൻ ഖത്താബ് സ്ഥിതി ചെയ്യുന്നത്. കോട്ടയ്ക്ക് താഴെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ദോമ സൂക്കിനു ചേർന്നാണ് മസ്ജിദും മിനാരവും. ജെറുസലമിലെ ബൈത്തുൽ മുഖദ്ദസ് സന്ദർശിച്ച് മടങ്ങി വരുമ്പോൾ ഖലീഫ ഉമർ ബിൻ ഖത്താബിൻ്റെ ഉത്തരവ് പ്രകാരം ഹിജ്റ 16-ാം വർഷത്തിലാണ് പള്ളി നിർമ്മിക്കുന്നത്. ലോകത്തിലെ ആദ്യത്തെ മിനാരമുള്ള മുസ്ലിം പള്ളിയായിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. അതുകൂടാതെ നിർമ്മിച്ച കാലത്തെ അതേ രൂപത്തിൽ തന്നെ ഇപ്പോഴും നിലകൊള്ളുന്നു എന്നുള്ളതും രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്ര സാംസ്കാരിക പൈതൃക അടയാളങ്ങളിലൊന്നായി ഇതിനെ മാറ്റുന്നു. ഭൂനിരപ്പിൽ നിന്നും താഴെയായിട്ടാണ് പള്ളി സ്ഥിതി ചെയ്യുന്നത്. പ്രത്യേക പടികൾ ഉപയോഗിച്ചാണ് പള്ളിയിലേക്കുള്ള പ്രവേശനം. 32.5 മീറ്റർ നീളവും 18 മീറ്റർ വീതിയുമുള്ള പള്ളി വീതിയുള്ള കരിങ്കല്ലുകൾ അടുക്കിവെച്ചാണ് നിർമ്മിച്ചത്. ഇത് പള്ളിയുടെ അകത്ത് തണുപ്പുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നു.
3 ഭാഗങ്ങളുണ്ട് പള്ളിക്ക്. ഒന്ന് മിഹ്റാബും മിമ്പറും അടങ്ങുന്ന പ്രധാന ഭാഗം, രണ്ടാമത്തേത് നടുമുറ്റം, മൂന്നാമത്തേത് നടുമുറ്റത്തിനു പിറകിലായുള്ള നീണ്ട മുറി. തണുപ്പുകാലമായാൽ ഈ ഭാഗമാണ് നമസ്കാരത്തിന് ഉപയോഗിക്കുക. പള്ളിയുടെ പഴമ നിലനിർത്താൻ റാന്തൽ വിളക്കുകളാണ് പള്ളിയിൽ ഇപ്പോഴും സ്ഥാപിച്ചിട്ടുള്ളത്. ഇതാണ് മിമ്പർ. അതുപോലെ ഇമാമ് നിസ്കരിക്കാൻ നേതൃത്വം കൊടുക്കുന്നത് ഇവിടെയാണ്. പിന്നെ അതുപോലെ ഖുർആൻ വെക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ചെറിയൊരു സ്പേസ്, കുറേ സ്പേസുകൾ നമുക്ക് കാണാം. ഇതുപോലെ ഇവിടെയാണ് ഖുർആൻ വെക്കുന്നത്. കരിങ്കല്ലുകൾ അടുക്കി വെച്ച് നിർമ്മിച്ച മിനാരമാണ് പള്ളിയുടെ പ്രധാന ആകർഷണം. ദോമയുടെ അഭിമാന ചിഹ്നമായ ഈ മിനാരത്തിന് 12.7 മീറ്റർ ഉയരമാണുള്ളത്. കരിങ്കൽപ്പടികളോട് കൂടിയ ഈ മിനാരത്തിനു മുകളിൽ നിന്നുകൊണ്ടാവാം ആദ്യകാലങ്ങളിൽ ബാങ്ക് വിളിച്ചിരുന്നത്. അല്പം ബുദ്ധിമുട്ടിയെങ്കിലും ഞങ്ങളും ഈ മിനാരത്തിനു മുകളിൽ കയറി. ഒരേ സമയം ഒരാൾക്ക് മാത്രമേ ഈ കരിങ്കൽ ഗോവണി വഴി മുകളിലേക്ക് കയറാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഇറക്കവും അല്പം ക്ലേശകരമാണ്. 4 തട്ടുകളായി കാണപ്പെടുന്ന മിനാരത്തിലെ ഓരോ നിലയിലും 4 ഭാഗത്തേക്കും ജാലകങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ മിനാരത്തിന്റെ മുകളിലാണുള്ളത്. അതായത് ഓൾമോസ്റ്റ് ഒരു 2 നില ഒക്കെ ഹൈറ്റ് ഉണ്ട് ഈ മിനാരം. ഇവിടെ ആളുകൾക്ക് നിൽക്കാനുള്ള സൗകര്യം ഉണ്ട് മിനാരത്തിന് മുകളിൽ. വളരെ പ്രയാസപ്പെട്ടാണ് ഇങ്ങോട്ട് കയറിയത്. കയറാൻ പ്രയാസം ഉണ്ടെങ്കിലും പക്ഷേ ഇത് ഇത്തിരി ഗ്യാപ്പുണ്ട് ഈ സ്ഥലം. ഈ മിനാരത്തിന്റെ വേറെ പ്രത്യേകത എന്താ വെച്ചാൽ 4 കിളിവാതിൽ പോലെ ഒരു സംഭവമാണ്. ഈ കിളിവാതിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ചുറ്റുമുള്ള ഭാഗങ്ങൾ മൊത്തം കാണാം. മാരിദ് കോട്ടയുടെയും മസ്ജിദിൻ്റെയും തൊട്ടടുത്തായി തന്നെ 2000-ഓളം വർഷം പഴക്കമുള്ള ഒരു സൂക്കുണ്ട്. ദോമത്തുൽ ജന്തൽ പുരാതന അറേബ്യയുടെ കച്ചവട കേന്ദ്രമായിരുന്നു എന്ന് വിളിച്ചോതുന്നതാണ് ഈ സൂക്ക്. താമസത്തിനും കച്ചവടത്തിനും സൗകര്യമുണ്ടായിരുന്ന ഈ സൂക്ക് പുതുക്കി പണിതത് 19-ാം നൂറ്റാണ്ടിലാണ്. പൂർണ്ണമായും കരിങ്കല്ലുകളാൽ നിർമ്മിച്ച ഈ സൂക്കിൻ്റെ രൂപകൽപ്പന ആരെയും അമ്പരപ്പിക്കുന്നതാണ്. ഈന്തപ്പന തടികളാലും ഓലകളാലും നിർമ്മിച്ച മേൽക്കൂര കാലപ്പഴക്കത്താൽ നശിച്ചുപോയെങ്കിലും ബാക്കി ഭാഗങ്ങൾ സൗദി ടൂറിസം വകുപ്പ് സംരക്ഷിച്ചു വരുന്നുണ്ട്. സൂക്കിൻ്റെ പിൻഭാഗത്തായി 2 കിണറുകളും വിശാലമായ ഫലവൃക്ഷത്തോട്ടവുമുണ്ട്. കമ്പിവേലികളാൽ ചുറ്റപ്പെട്ടതിനാൽ ഈ തോട്ടത്തിലേക്ക് കടക്കാൻ നമുക്ക് നിർവാഹമില്ല. സൗദി കമ്മീഷൻ ഫോർ ടൂറിസം ആൻഡ് നാഷണൽ ഹെറിറ്റേജ് 2018-ൽ കോട്ടയും അതിനോടനുബന്ധിച്ചുള്ള പള്ളിയും നവീകരിക്കാനുള്ള പദ്ധതി ആവിഷ്കരിച്ചു. അതിൻ്റെ ഭാഗമായി പൗരാണിക രീതിയിലുള്ള കോഫി ഷോപ്പുകളും കരകൗശല ഉൽപ്പന്നങ്ങളുടെ സ്റ്റാളുകളും കോട്ടയുടെയും സൂക്കിൻ്റെയും അടുത്തായി നിർമ്മിച്ചിട്ടുണ്ട്. السلام عليكم. وعليكم السلام ورحمة الله. كيف حالك؟ الحمد لله بخير. شو أخبارك؟ الحمد لله طيبين. في كوفي؟ أيوة في.
في قهوة تركي، في قهوة إكسبريسو. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതുപോലുള്ള പുതിയ കാഴ്ചകളുമായി നമുക്ക് ഇനിയും കാണാം. തീർച്ചയായിട്ടും ഞങ്ങൾ ഇനിയും വരും. ഞങ്ങൾക്ക് നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ 2-3 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുള്ളെങ്കിൽ കൂടിയിട്ട് നല്ല രീതിയിൽ കമൻസും സപ്പോർട്ടൊക്കെ തന്നിട്ടുണ്ട്. പക്ഷേ എങ്കിൽ കൂടി ഞങ്ങൾക്ക് കുറച്ചുകൂടി നിങ്ങളുടെ ഭാഗത്തുനിന്ന് സപ്പോർട്ട് വേണം. കാരണം വീഡിയോസ് കാണുന്ന 70% ആളുകൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അതുപോലെ ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കാരണം നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയ്ക്കുള്ള ഊർജ്ജം നൽകുന്നത്. തീർച്ചയായും. അപ്പോൾ വീഡിയോ വാച്ച് ചെയ്തതിന് നന്ദി. താങ്ക് യു സോ മച്ച്.